ഈ പ്രഭാതത്തിൽ നമ്മൾ കാശിയിലെ നിയമപാലകന് മുന്നിലെത്തുകയാണ്. കാശിയുടെ നിയമപാലകൻ കാലഭൈരവനാണ്. കാലഭൈരവ ക്ഷേത്രത്തിന്റെ കവാടം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മളെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നത് കാലഭൈരവന്റെ വാഹനമായ നായയാണ്. നായകൾ യഥേഷ്ടം വിഹരിക്കുന്ന, നായ്ക്കളെ കാലഭൈരവ ഭക്തന്മാരെല്ലാം ലാളിക്കുന്ന ഒരു കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ കാലഭൈരവ ക്ഷേത്രത്തിനകത്തേക്ക് കയറുക. കാലഭൈരവ ക്ഷേത്രം കാശിയിലെ നിയമപാലകൻ എന്ന് പറയുമ്പോൾ കാശിയുടെ നിയമം എന്താണ്? ധർമ്മത്തെ പരിപാലിക്കുക, തെറ്റുകൾ പറ്റിയാൽ അതിന് പ്രായശ്ചിത്തം നേടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കാലഭൈരവ ക്ഷേത്രത്തിൻ്റെ നിയമങ്ങൾ. കാലഭൈരവൻ കയ്യിലൊരു കമണ്ഡലവും അതുപോലെ തന്നെ കയ്യിൽ ഇനിയൊരു ദണ്ടും എന്തിയിട്ടാണ് നിൽക്കുന്നത്. കാലഭൈരവത്തിന് രൂപങ്ങൾ പലതരത്തിൽ കാണാനാകും. കാശിയിലെ 8ഓളം കാലഭൈരവ സാന്നിധ്യങ്ങളുണ്ട്. അഷ്ടകാലഭൈരവന്മാരാണ് കാശിയുടെ നിയമപാലകരായിട്ട് നിൽക്കുന്നത്. എന്നാൽ കാലഭൈരവന്റെ പ്രധാന മന്ദിരം നമ്മൾ ഈ പോകുന്നത് തന്നെയാണ്. മുൻപ് കാലത്ത് ഈ മന്ദിരം എവിടെ ആയിരുന്നില്ല എന്നും ആക്രമണങ്ങൾ തകർക്കപ്പെട്ടതിന് ശേഷം ഒരു 16-ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ അമ്പലം ഈ രീതിയിൽ പണിതതെന്നുമാണ്. പക്ഷെ 16-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചു എന്ന് പറയുമ്പോഴും അത്യാവശ്യം കാലപ്പഴക്കമുണ്ട്. ഒരു ഇടുങ്ങിയ വഴികൾക്കുള്ളിൽ ഇടുങ്ങിയൊരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ അധികം ആളുകൾ വന്നില്ല എങ്കിൽ പോലും, കുറച്ച് ആളുകളെ ഉള്ളെങ്കിൽ പോലും തിരക്ക് അനുഭവപ്പെടുന്ന കാലഭൈരവ ക്ഷേത്രത്തിന്റെ വഴികളിലൂടെ നമ്മൾ ഈ പ്രഭാതത്തിൽ നടക്കുകയാണ്. കാലഭൈരവന്റെ ഒരു കയ്യിൽ കമണ്ഡലവും മറുകൈയിൽ ദണ്ഡുമെന്ന് പറയുമ്പോൾ ഒരു സന്യാസി ഭാവമാണ് ഉള്ളത്. എന്നാൽ നമ്മളുടെ തെറ്റുകൾ ചെയ്താൽ പ്രായശ്ചിത്തം വേണം എന്നുള്ള നമ്മുടെ മനസ്സിന്റെ ഭാവം കൂടിയാണ് കാലഭൈരവൻ. മഹാദേവന് പെട്ടെന്ന് ബ്രഹ്മാവിനോടുണ്ടായ ദേഷ്യത്തില് ബ്രഹ്മാവിന്റെ ഒരു ശിരസ് നുള്ളിയെടുക്കുന്നുണ്ട്. ആ ബ്രഹ്മകപാലം മഹാദേവന്റെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുമുണ്ട്. മഹാദേവന് ദേഷ്യം വന്നപ്പോഴുള്ള ആ ഭാവത്തെയാണ് കാലഭൈരവൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ കാലഭൈരവൻ കാലത്തെ ഏറ്റവും സുരക്ഷിതമായി വെക്കുന്ന, നമ്മുടെ ഓരോരുത്തരുടെയും സമയത്തെ ഭരിക്കുന്ന മൂർത്തി കൂടിയാണ്. നമ്മുടെ ഭയങ്ങളെ രവം കൊണ്ട് അകറ്റുന്ന മൂർത്തിയാണ് ഭൈരവൻ. കാലഭൈരവനെ കാണുവാനുള്ള യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവാണ്. നമ്മുടെ മോക്ഷാർത്ഥികളെല്ലാം പ്രഭാതത്തിൽ തന്നെ അവിടെ ആദ്യം പോയി ക്ഷേത്രത്തിൽ നീണ്ട ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ കാലഭൈരവ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെ പറഞ്ഞുകൊണ്ട്, കാലഭൈരവൻ ആരാണ്? മഹാദേവൻ തന്നെയാണ്. പലരും വിചാരിക്കുന്നത് മഹാദേവന്റെ കാവലാൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ക്ഷേത്രപാലകൻ പോലൊരു സങ്കല്പം, അങ്ങനെയാണ്. അല്ല, മഹാദേവൻ സ്വയം തന്നെയാണ് കാലഭൈരവൻ. ആ ബ്രഹ്മാവിന്റെ ശിരസ് നുള്ളിയെടുത്ത് ദേഷ്യം വന്ന സമയത്ത് ആ ശിരസ് നുള്ളിയെടുക്കുകയും പിന്നീട് അതിൽ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നുണ്ട് മഹാദേവൻ. ആ സമയത്ത് മഹാദേവൻ കൈവരിച്ച ഭാവമാണ് കാലഭൈരവൻ. കാലഭൈരവനാണ് പിന്നീട് കാശിയിൽ വന്ന് ബ്രഹ്മകപാലം കയ്യിലൊട്ടിപ്പിടിച്ച് ഭിക്ഷാന്തക ഭാവത്തിൽ അലഞ്ഞു നടന്നത്. ഒടുവിൽ അന്നപൂർണേശ്വരി വന്ന് ആ കപാലത്തിലേക്ക് ബ്രഹ്മാവിന്റെ കപാലം, അതായത് ബ്രഹ്മാവിന്റെ തലയോട്ടി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഒടുവിൽ അന്നപൂർണേശ്വരി വന്ന് അതിലേക്ക് അന്നമിട്ടപ്പോഴാണ് മഹാദേവന് മോക്ഷം കിട്ടുകയും കാശി വിശ്വനാഥൻ, ആ മോക്ഷം കിട്ടിയോട് കൂടിയിട്ടാണ് ആനന്ദം മഹാദേവൻ അനുഭവിക്കുകയും ആനന്ദവനം എന്നുള്ള നാമം ഈ പ്രദേശത്തിന് വരികയും ചെയ്തതെന്നുള്ളതാണ് ഒരു ഐതിഹ്യം. അങ്ങനെ മഹാദേവന്റെ കാലഭൈരവനിൽ നിന്ന് കാശി വിശ്വനാഥനിലേക്കുള്ള മാറ്റം, അന്നപൂർണേശ്വരിയിലൂടെയുള്ള മാറ്റം, അതിൻ്റെ സൂചനകളാണ് ഈ ക്ഷേത്രത്തിൽ കാലഭൈരവന് ഇത്ര പ്രാധാന്യം വരുന്നതിന് കാരണം. കാലഭൈരവ ക്ഷേത്രത്തിൽ ശനി ആരാധന വളരെ പ്രധാനപ്പെട്ടതാണ്, ശനീശ്വരനുമായി ബന്ധപ്പെട്ട പൂജകൾ. അതുകൊണ്ട് തന്നെ ഇവിടെ ശംഖുപുഷ്പമാലകളും അതുപോലെ കർപ്പൂര തുളസിമാല, കർപ്പൂര തുളസിയുടെ ഗന്ധമാണ് ഈ വഴികൾക്ക് ആകെയുള്ളത്. ശംഖുപുഷ്പത്തിൻ്റെ മാലകളാണ് നടയിൽ സമർപ്പിക്കുക. നമ്മൾ ഏതാണ്ട് ക്ഷേത്രഭൂമിയിലേക്ക് എത്തുന്നു. സർവ്വവിധമായിട്ട് ശനിദോഷങ്ങൾ മാറി നമുക്ക് സർവ്വവിധമായ അനുഗ്രഹങ്ങൾ നൽകുന്ന കാലഭൈരവൻ നമ്മുടെ സമയത്തെ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ പ്രവർത്തികളെ ഒക്കെ വീണ്ടും ചിന്തിപ്പിക്കുകയും നമ്മളിൽ തന്നെ തിരിച്ചറിവുകൾ നൽകുകയും ചെയ്യുന്ന മൂർത്തിയാണ്. ആ മൂർത്തിയാണ് നമ്മൾ കാലഭൈരവ ക്ഷേത്രത്തിൽ കാണുന്നത്. വീണ്ടും ഒരു ഭൈരവ സാന്നിധ്യമാണ് ശരിക്കും പറഞ്ഞാൽ നായകൾ. നമുക്ക് കണ്ടോ, ഈ വഴി ഇടുങ്ങിയ വഴി ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. കാലഭൈരവ സാന്നിധ്യത്തോടു കൂടിയിട്ടുള്ള ക്ഷേത്രഭൂമിയിലേക്ക് നമ്മൾ എത്തുന്നു. അതിൻ്റെ കവാടം വരെ നമുക്ക് കാണാം. അകത്തേക്ക് ക്യാമറകൾ പ്രവേശിപ്പിക്കില്ല, നമുക്ക് കവാടം വരെ കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവരുടേതും എല്ലാ തരത്തിലും അനുഗ്രഹീതമായിരിക്കട്ടെ. കാലഭൈരവൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ. Mochida's Moksha, Journey to the Self.